ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ക്യാരറ്റ് കൊണ്ടൊരു ഉണ്ണിയപ്പമാണ്. ക്യാരറ്റ് 3 ചെറുത് നോക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചു. ഇതൊന്ന് നന്നായിട്ട് വേവട്ടെ. ഇപ്പോൾ ക്യാരറ്റ് ഏകദേശം വേറായിട്ടുണ്ട്. അല്പം കൂടെ ഒന്ന് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വെന്താലും നമ്മളെ ക്യാരറ്റ് ആവും. ഇതിലേക്ക് തന്നെ നമുക്ക് ശർക്കര ഒരുക്കാൻ വയ്ക്കാം. നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് എടുക്കാം. സ്റ്റൗ ആദ്യം ഓഫാക്കാം. ശർക്കര ഉരുക്കാനിട്ട് കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഉരുകിയിട്ടുണ്ട്. നമുക്കത് ഓഫാക്കാം. ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറിയ 3 ക്യാരറ്റാണ്. നമുക്കതിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 ഏലക്കായ ഇട്ട് കൊടുത്തു. 2 പഴമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ശർക്കര ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് അടിച്ചിട്ട് വരാം. അപ്പം നമ്മുടെ ക്യാരറ്റും ശർക്കരയും ഏലപ്പഴവും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ചമ്പാവരി പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് പുട്ടുപൊടി എടുത്തത് കുറച്ച് തരി വേണം നമ്മുടെ ഉണ്ണിയപ്പത്തിന്. അപ്പോൾ അതിനാണ് ഞാൻ പുട്ടുപൊടി എടുത്തത്. പാത്രത്തിലോട്ട് നമ്മൾ മാറ്റിയത്. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പിഞ്ച് മതി ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് മിക്സാക്കി ഒരു 15 മിനിറ്റ് നമുക്ക് വയ്ക്കാം. നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം. തയ്യാറാക്കാനായിട്ട് സ്റ്റൗ കത്തിച്ച് ഉണ്ണിയപ്പക്കാരം വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തു. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, എങ്കിൽ കളഞ്ഞു. അപ്പം നമ്മൾ ഇതിൽ തന്നെ വെച്ച് തന്നെ റെഡിയാക്കി എടുക്കണേണ്. അപ്പം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഒഴിക്കാം. നമ്മുടെ ക്യാരറ്റ് ഉണ്ണിയപ്പം ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് വരെയാണ്. ഉണ്ണിയപ്പം വെന്ത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ഒരു കോരി എടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ബാക്കി കൂടെ നമുക്ക് ഇതേപോലെ കോരി വെച്ച് കൊടുക്കാം. എല്ലാം നമ്മുടെ ക്യാരറ്റ് ഉണ്ണിയപ്പം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉണ്ണിയപ്പം റെഡിയായി സർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് ക്യാരറ്റ് ഉണ്ണിയപ്പം റെഡിയായിട്ടുണ്ട്. ക്യാരറ്റും പൊടി ചമ്പാ പച്ചരി പൊടിയാണ്, പുട്ടിൻ്റെ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതിൽ പഴവും ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പം നമുക്ക് ഇതേപോലെ എളുപ്പത്തിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പം ഇതേപോലെ മാവൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം എടുത്ത് റെഡിയാക്കാം. ഇത് അത്രയ്ക്ക് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഞാൻ റെഡിയാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.